റിയോ ഒളിമ്പിക്സിൽ കേരളത്തിൻ്റെ ഇന്ത്യയുടെ പ്രതീക്ഷകളുമായി നീന്താനിറങ്ങുകയാണ് സാജൻ പ്രകാശ്. നീന്തലിന് റിയോ ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ഏക പുരുഷ താരം, അതും മലയാളിയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. സാജൻ പ്രകാശ് നമ്മളൊപ്പമുണ്ട്. സാജൻ പ്രകാശ്, വാവ്, വളരെ ഗ്രേറ്റ് അച്ചീവ്മെൻ്റാണ്. കേരളത്തിൽ സെബാസ്റ്റ്യൻ സേവ്യറിന് ശേഷം ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ മലയാളിയായി മാറിയിരിക്കുന്നു. എങ്ങനെ ഇത് സാധിച്ചു? ഇത് ലാസ്റ്റ് 1 ഇയറിന് ഈ ഒളിമ്പിക്സിന് വേണ്ടിയാണ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പുക്കറ്റിൽ ഫിനാൻ്റെ സ്കോളർഷിപ്പ് കിട്ടി അവിടെ മൂവ് ചെയ്ത്. പിന്നെ ഫസ്റ്റ് സാഫ് ഗെയിംസ് മുമ്പ് നല്ല ഫിറ്റ് ഷേപ്പിലായിരുന്നു. അപ്പോൾ ഒരു ഇഞ്ചുറി വന്ന് പിന്നെ സാഫ് ഗെയിംസ് ശരിയായിട്ട് ചെയ്തില്ല. അത് ഒരു ക്വാളിഫയിങ് മീറ്റാണ് പോയി. നെക്സ്റ്റ് മീറ്റ് തായ്ലാൻഡ് ഓപ്പണിൽ 2 മിനിറ്റ്സ് ചെയ്ത് 200 ബട്ടർഫ്ലൈയിൽ. നെക്സ്റ്റ് മലേഷ്യൻ ഓപ്പണിൽ ഞാൻ ഒരു മെയിൻ ഇവൻറ്റിൽ ഡിസ്ക്വാളിഫൈ ആയി 15 മീറ്റേഴ്സ് അണ്ടർ വാട്ടർ ചെയ്തത്. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ ഹോങ്കോങ് മീറ്റിൽ പോയിട്ട് 2 മിനിറ്റ്സ് താഴെ ചെയ്ത് ക്വാളിഫൈ ആയത്. വളരെ സന്തോഷമുണ്ട് അത് ലാസ്റ്റ് മൊമെൻറ്റിൽ ചെയ്തത് കൊണ്ട്. നാഷണൽ ഗെയിംസ് നടക്കുമ്പോൾ ഞാൻ സാജനോട് ചോദിച്ചിരുന്നു ഒളിമ്പിക്സിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ, ഒളിമ്പിക്സിൽ പങ്കെടുക്കുമെന്ന്. അന്ന് സാജൻ പറഞ്ഞത് വളരെ ഹാർഡ് വർക്ക് ഇനി ആവശ്യമുണ്ട് എന്നാണ്. എന്തെല്ലാം പരിശീലന മുറകൾ പ്രത്യേകമായി ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തി? ഇനി റിയോ ഒളിമ്പിക്സിലേക്കുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും? ഞാൻ നാഷണൽ ഗെയിംസിന് മുമ്പ് പ്രദീപ് കുമാർ ബാംഗ്ലൂരിലാണ് ഹെഡ് കോച്ചിൻ്റെ കൂടെ. അവർ ഡിഫറെൻറ്റ് വർക്കൗട്ട് സൈക്കിളാണ്. ഇപ്പോൾ ഞാൻ ഇത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞിട്ട് ഒരു ഡിഫറെൻറ്റ് വർക്കൗട്ടിൻ്റെ പ്രോഗ്രാം പോയിട്ട് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഫോറിൻ എക്സ്പോഷർ, വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മറ്റേ കൺട്രീൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാനെല്ലാം വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് സെയിം കണ്ടിന്യൂ ചെയ്താൽ ഒരു നെക്സ്റ്റ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ മേടിക്കാനാണ് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ. സർക്കാർ തലത്തിൽ നിന്ന് നാഷണൽ ഗെയിംസ് കഴിഞ്ഞ സമയത്ത് സാജൻ ഇവിടെ ജോലി ഓഫർ ഉണ്ടായിരുന്നു, പണം വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും ഇനിയും കിട്ടിയിട്ടില്ല. എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ കേരളത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കുറവാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? നാഷണൽ ഗെയിംസിന് കിട്ടിയ മണി എല്ലാം ഞാൻ ഇപ്പോൾ ചിലവ് ചെയ്ത് ഈ ഒളിമ്പിക്സിന് വേണ്ടി 33 lakhs കിട്ടിയത് അതിന് മുകളിൽ ചിലവായി. ഇപ്പോൾ ഒരു 6-7 കൺട്രീനാണ് പോയി ക്വാളിഫയിങ് മീറ്റ് ചെയ്തത്. അതെല്ലാം ഇനിയും കേരളത്തിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അവരൊന്നും ഏതും കൺഫേം ചെയ്തിട്ടില്ല. അത് വർക്ക് ചെയ്യുന്ന നെയ്വേലിയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടു. കർണാടക പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കേട്ടു. അത് ശരിയാണോ? അല്ലെങ്കിൽ ഇനി കേരളത്തിൽ നിന്ന് ഒരു പൂർണ്ണമായിട്ട് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് പോകാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നു? സ്പോർട്സ് എവിടെ നിന്ന് ചെയ്യാൻ പറ്റുമോ അവിടെ നിന്ന് ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. സപ്പോർട്ട് കേരളത്തിൽ നിന്ന് നാഷണൽ ഗെയിം ചെയ്തത് വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു സ്പോർട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതും ഒരു സ്വിമ്മിങ് ഇന്ത്യയിലെന്ന് ചെയ്യുമ്പോൾ അത് വളരെ ടഫാണ്. സപ്പോർട്ട് വേണം കേരളത്തിൽ നിന്ന്, അതാ വിശ്വസിക്കുന്നത്. റിയോയിൽ എന്താണ് പ്രതീക്ഷ? റിയോയിൽ ഇപ്പോൾ എൻ്റെ 200 ഫ്ലൈയാണ് ചെയ്യുന്നത്. അതിൽ എൻ്റെ ബെസ്റ്റ് ടൈം 1:59.27 1:57 ഒരു 2 seconds കട്ട് ഡൗൺ ചെയ്താൽ ഒരു സെമി ഫൈനൽ സെറ്റാൻ പറ്റും. അതാ ഒരു എക്സ്പെക്റ്റേഷൻ. അത് ഈസി ഇല്ല, ടഫാണ്. ഫെൽപ്സിന് ഇപ്പോൾ ഉള്ള ലെജൻഡൊക്കെയാണ് ആ ഇനത്തിൽ മത്സരിക്കുന്നത്. ഫെൽപ്സിൻ്റെ ഫേവറേറ്റ് ഇവൻ്റാണ്. അവരുടെ കൂടെ ഹീറ്റ്സിൽ ചെയ്യാൻ പറ്റുക അതുവേ ഒരു വലിയ ഭാഗ്യമാണ്. ഓക്കെ, സാജൻ പ്രകാശിന് എല്ലാവിധ ആശംസകളും. റിയോയിൽ ഗംഭീര പ്രകടനം നടത്താൻ കഴിയട്ടെ എന്ന് മീഡിയ വണ്ടിയും എൻ്റെ വ്യക്തിപരമായ ആശംസകൾ.